بسم الله الرحمن الرحيم بسم الله الرحمن الرحيم واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين صدق الله مولانا العظيم واضرب لهم مثلا أصحاب القرية റസൂലേ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. മസലൻ ഉദാഹരണമായിട്ട് തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അസ്ഹാബൽ ഖറിയ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ കഥ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇദ് ജാഅഹൽ മുർസലൂൻ അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രബോധകന്മാരായ മുർസലുകൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഇത് അർസൽനാ ഇലൈഹിം ഉസ്നൈൻ അവരിലേക്ക് രണ്ട് ദൂതന്മാരെയാണ് ഞാൻ ആദ്യം അയച്ചത്. ഫകദ്ദബൂഹുമാ ആ രണ്ട് ദൂതന്മാരെയും അവര് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഫഅസ്സദ്നാ ബിസാലിസിൻ മൂന്നാമതൊരു ദൂതനെ അയച്ചുകൊണ്ട് ഞാൻ അവർക്ക് ശക്തി പകർന്നു കൊടുത്തു. ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ ആ ദൂതന്മാർ അവരോട് പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട മുർസലുകളാവുന്നു. ഖാലു അപ്പോൾ ആ ജനത പറഞ്ഞത് മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ നിങ്ങൾ മൂന്ന് പേരും ഞങ്ങളെ പോലുള്ള മനുഷ്യന്മാരല്ലാതെ മറ്റാരുമല്ലല്ലോ. വമാ അൻസല റഹ്മാനു മിൻ ഷൈ നിങ്ങൾ പറയുന്നതൊക്കെ കളവാണ്. റഹ്മാനായ റബ്ബ് ഒന്നും അയച്ചിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ നിങ്ങൾ കളവ് പറയുന്നവർ മാത്രമാണ്, മറ്റൊന്നുമല്ല. ഖാലു അപ്പോൾ ആ ദൂതന്മാർ പറഞ്ഞു റബ്ബുനാ യഅലം ഞങ്ങളുടെ റബ്ബിന് അറിയാമല്ലോ. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൂതന്മാർ തന്നെയാവുന്നു എന്ന് ഞങ്ങളുടെ റബ്ബിന് അറിയാമല്ലോ. ഇല്ലെങ്കിൽ റബ്ബ് എന്തായിരുന്നാലും ഇത് സമ്മതിക്കൂലല്ലോ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ ഞങ്ങൾക്ക് മേൽ നിർബന്ധമായിട്ടുള്ളത് നിങ്ങൾക്ക് സ്പഷ്ടമായി ഇത് എത്തിച്ചു തരിക മാത്രമാണ്. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ബാധ്യതയല്ല. ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കുകയാണ്. തുടർന്നുണ്ടായ സംഭാഷണങ്ങളാണ് പിന്നെ പറയുന്നത്. ഇതില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുണ്ട്. ഒന്നാമതായി അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇതുപോലത്തെ നിരവധി ചരിത്രങ്ങളും സംഭവങ്ങളും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ഖുർആനിലൂടെ തന്നെ. അതിലൊക്കെ അല്ലാഹു തആല ആദ്യം തന്നെ പറയുന്നത് വളിരിബ് ലഹും മസലൻ എന്നാണ്. ആ പദം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. വളിരിബ് ലഹും മസലൻ റസൂലെ തങ്ങൾ അവർക്ക് മസല് പറഞ്ഞു കൊടുക്കണം, ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇത് വെറും ഒരു കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾക്ക് രസത്തിന് വേണ്ടി ഇങ്ങനെ സംഭവം ഉണ്ടായി. നമ്മളിപ്പോൾ ഈ കഥാപുസ്തകങ്ങൾ വായിക്കുമല്ലോ, അവിടെ ആ നാട്ടിൽ ആ സംഭവം ഉണ്ടായി, ഈ നാട്ടിൽ ഈ സംഭവം ഉണ്ടായി, 1001 രാവുകളുടെ കഥകളൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു കഥ നമുക്ക് രസിക്കാൻ വേണ്ടിയുള്ള ഒരു കഥ അല്ല ഇത്. ഇത് ഒരു ഉദാഹരണമാണ്. ഈ സംഭവം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങൾക്കും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്.
നിങ്ങൾക്ക് ലഭ്യമാകേണ്ട ഒരു പാഠം അതിലുണ്ട് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ എപ്പോഴും ഖുർആനിൽ ഇതുപോലെ വരുന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല പറയും വദ്രിബ് ലഹും മസല, തങ്ങൾ അവർക്ക് മസല് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു പാഠമാണ്, അല്ല വെറൊരു കഥയല്ല. എന്താണ് ഇവിടെ മസല്? അസ്ഹാബുൽ ഖറിയാണ്, ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ. ഏതാണ് ആ ഗ്രാമം എന്നതിനെ കുറിച്ച് മുഫസ്സിറുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖുർത്തുബി ഉൾപ്പെടെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ ഒരുപാട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം അന്താക്കിയ ആകുന്നു എന്നാണ്. അന്താക്കിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് തുർക്കിയിലാണ്. തുർക്കിയുടെ തെക്കേ അറ്റത്താണ് അന്താക്കിയ. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ പട്ടണമാണ്. ഇപ്പോഴല്ല, ഒരുപാട് കാലമായിട്ട് 2000-ഓളം വർഷമായിട്ട് ഏറ്റവും വലിയ ക്രിസ്ത്യൻ കേന്ദ്രമാണ്. ഇപ്പോൾ റോം എന്നൊക്കെ പറയുന്ന മാതിരി ഒരു ക്രിസ്ത്യാനികളുടെ വലിയൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. കാരണം അവരുടെ ഈ അന്തോക്യൻ പാത്രിയർക്കീസിന്റെ ആസ്ഥാനമാണ് ഈ സ്ഥലം. അത് പിന്നെ സിറിയയുടെ വടക്കാണ്. സിറിയയുടെ വടക്കേ അതിർത്തിയിൽ, തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തിയിലാണ് ഈ സ്ഥലമുള്ളത്. മെഡിറ്ററേനിയൻ തീരത്ത് ഭയങ്കര മനോഹരമായ ബ്യൂട്ടിഫുള്ളായ നല്ല കാലാവസ്ഥക്കുള്ള സ്ഥലമാണ്. അപ്പൊ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ജനവാസം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ആ ജനതയിലേക്കാണ് അല്ലാഹു തആല 2 മുർസലീങ്ങൾ അയക്കുന്നത്. കാലാകാലങ്ങളിൽ ഇതുപോലെ പ്രധാനപ്പെട്ട ജനപദങ്ങളിലേക്കൊക്കെ ജനങ്ങൾ, നല്ല ജനപദങ്ങളിലുള്ള സംഭവം എന്താ വെച്ചാൽ അവർ നല്ല സമൃദ്ധി ഉണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ സമൃദ്ധി വരുമ്പോൾ മനുഷ്യൻ വഴിതെറ്റും. മനുഷ്യന്റെ പ്രകൃതിയാണ്. സമൃദ്ധി വരുമ്പോൾ അവര് നിയന്ത്രണങ്ങളൊക്കെ ലംഘിക്കും. അപ്പൊ അതിന് മുമ്പ് ഏതെങ്കിലും ഒരുപാട് പ്രവാചകന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നൂറ്റാണ്ടുകളായിട്ട്. അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളും അതിന്റെ അനന്തരമായിട്ടുള്ള സന്ദേശങ്ങളും ധാർമ്മികതയൊക്കെയാണ് അവരിൽ നിലനിൽക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഈ ഒരു സമൃദ്ധിയും ഐശ്വര്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ തിന്മകളിലേക്ക് വഴിതെറ്റിപ്പോകും. അപ്പൊ ആ സമയത്താണ് അല്ലാഹു തആല മുർസലീങ്ങൾ അയക്കാറുള്ളത്. അപ്പൊ അന്ത്യാക്കിയക്കാർ ഇതുപോലെ വിഗ്രഹാരാധകരായി മാറി, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായി, ധിക്കാരികളായി, സ്വാഭാവികമായിട്ട് അനുബന്ധമായിട്ടുള്ള എല്ലാ തിന്മകളിലും അവരിൽ ഉണ്ടായപ്പോൾ അല്ലാഹു തആല 2 നബിമാരെ അവരിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ നബിമാർ അവരിലെത്തി, അവർക്ക് ദഅവത്ത് തുടങ്ങി, അവരിൽ പ്രബോധനം ആരംഭിച്ചു, സതുപദേശങ്ങൾ ചെയ്തു, വിഗ്രഹാരാധനയെക്കുറിച്ച് അവർ ഉത്ബോധനപ്പെടുത്തി, അള്ളാഹു ഏകനാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി കൊടുത്തു. ഈ വസ്തുക്കളൊന്നും, നിങ്ങൾ ആരാധിക്കുന്ന ഈ സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല എന്നും, ഇതൊന്നും നിങ്ങൾക്ക് പിന്നെ ഒരു സഹായം ലഭ്യമാവുകയില്ല എന്നും, രക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല കേട്ടോ. ഒരുപാട് ദിവസങ്ങളുടെ, ചിലപ്പോൾ മാസങ്ങളുടെ അല്ലെങ്കിൽ കൊല്ലങ്ങളുടെ ഒരു പ്രക്രിയയാണ്. അവരുടെ ഇടയിൽ ഒരുപാട് കാലം ജീവിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥം പറഞ്ഞാൽ ഒരേ ഒരു മനുഷ്യനാണ്, ഒരു സ്വാദ് മനുഷ്യൻ, അയാൾ മാത്രമാണ് ഇത് വിശ്വസിച്ചത്. ഒരേ ഒരു പാവപ്പെട്ട ഒരു സ്വാദ് മനുഷ്യൻ. വേറെ ഒരു മനുഷ്യൻ പോലും ഇവരെ വിശ്വസിക്കാനോ അംഗീകരിക്കാനോ തയ്യാറായില്ല. അപ്പൊ 2 ആളാണുള്ളത്. അപ്പൊ അല്ലാഹു തആല എന്ത് ചെയ്തു? ഒരാളെയും കൂടി, അതാണ് സാലിസ് എന്ന് പറഞ്ഞത്, 3ാമത്തെ ഒരാളെയും കൂടി അല്ലാഹു തആല അവരുടെ കൂടെ അയച്ചു കൊടുത്തു. അപ്പോൾ ഇവര് 3 ആളുകളാണ് അവർക്കിടയിൽ സജീവമായി ഇറങ്ങിയിട്ട് അവരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഒരു ഫലമില്ലാത്ത, ഒരു ഉപകാരമില്ലാത്ത വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാനും, അവർ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികതയിൽ നിന്ന് നന്മയുടെ വഴിയിലേക്ക് അവരെ ക്ഷണിക്കാനും, അവർ കാണിച്ചു കൊണ്ടിരിക്കുന്ന ക്രൂരതയിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാനുഷികതയുടെയും വഴിയിലേക്ക് അവരെ കൊണ്ടുവരാനും വേണ്ടി അവരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ 3 ആളുകളാണ്. അപ്പോഴൊക്കെ ഇവര് നിരാകരിച്ചു കൊണ്ടിരിക്കുകയാണ്, എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തായിരിക്കും ഇങ്ങനെയുള്ള അമ്പിയാക്കന്മാരോട് സാധാരണഗതിയിൽ അവർ പറയാ എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇതിന്റെ ആദ്യ ഭാഗങ്ങളിലുള്ളത്. അതായത് ഈ പ്രവാചകന്മാർ അവരോട് പറഞ്ഞപ്പോൾ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോൾ, ഖാലു, അവർ പറഞ്ഞത്, ജനങ്ങൾ എന്താണ് ഇവരോട് മറുപടി പറയുന്നത്? അവർ ആദ്യം പറയുന്നത് മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ എന്നാണ്. ആദ്യം തന്നെ നിന്നെ അനുസരിക്കൂല, അംഗീകരിക്കൂല എന്നുള്ള അല്ല അവർ പറയുന്നത്. ആദ്യം അവർ പറയുന്നത് നിങ്ങൾ റസൂല ആണ് എന്നുള്ളത് എന്തർത്ഥമുള്ളത്? നിങ്ങൾ മുർസലീങ്ങളൊന്നല്ല. കാരണം മാ അൻതും ഇല്ലാ ബശറുൻ മിസ്ലുന, നിങ്ങൾ 3 പേരും ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരെ തന്നെയല്ലേ, ഞങ്ങളെപ്പോലുള്ള മനുഷ്യരല്ലേ നിങ്ങൾ.
പിന്നെ നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള മുർസലുകളെന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് ഒന്നും അയച്ചിട്ടില്ല എന്ന് അവർ പറയും. അപ്പൊ ഇതില് കുറച്ച് കാര്യം നമ്മൾ ഓർക്കണം. ഒന്ന്, റഹ്മാനായ റബ്ബ് ഒന്നും അയച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവരുടെ ഉള്ളിലെ എന്തുണ്ട്? ഒരു റഹ്മാൻ ഉണ്ട് അല്ലേ? അപ്പൊ ഏത് വിഗ്രഹാരാധകന്മാരും ബഹുദൈവ വിശ്വാസികളും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അദൃശ്യമായ ഏകശക്തിയെ കുറിച്ച് ധാരണ ഉണ്ടാവും. അപ്പൊ പൊതുവെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വിഗ്രഹങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന, ക്ഷേത്രങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആളുകളോടും ഒരു നിർണായക ഘട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുമല്ലോ, അല്ലെ, മുകളിൽ പറയും. അപ്പൊ അത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ അത് ഉണ്ടാവും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പൈശാചികമായ സമ്മർദ്ദം വന്ന് പിശാച് വഴിതെറ്റിച്ചിട്ട് അവർ ഈ വസ്തുക്കളിലൊക്കെ ദിവ്യശക്തിയെ കാണുകയാണ്. ഇതൊക്കെ അള്ളാഹിന്റെ പങ്കാളികളാണ് എന്നവർ വിശ്വസിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇതിനോടാണ് പിന്നെ അവരുടെ പ്രാർത്ഥനകളും ആരാധനകളൊക്കെ ഈ വിഗ്രഹങ്ങളിലേക്ക് വഴിമാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾക്ക് അതിന് മനസ്സിലാകുന്നുണ്ട്. അവരും പറയുന്നത് എന്താണ്? റഹ്മാനായ റബ്ബ് ഒന്നും അയച്ചിട്ടില്ല എന്നാണ്. രണ്ടാമത്തെ അവരുടെ വാദം, നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ തന്നെയല്ലേ. ഇത് പല സ്ഥലങ്ങളിലും ഖുർആനിൽ അല്ലാഹു തആല ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ വാദങ്ങൾ ശരിയാണ്, അവർ മനുഷ്യരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ ചോദിക്കുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് ന്യായമെന്ന് തോന്നും. കാരണം ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ ദൂതൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് മനസ്സിലാക്കുക? ഒന്നും അത് അതിന് അടിസ്ഥാനം ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മൾ ഓർക്കണം, എന്തിനാണ് അല്ലാഹു തആല മുർസലീങ്ങൾ അയക്കുന്നത്? ജനങ്ങളിലേക്ക് ദഅവത്ത് എത്തിക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്യണ്ട എന്നുള്ളതൊക്കെ അവർക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ അമ്പിയാക്കന്മാർക്ക്, മുർസലീങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടുന്നത്? അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന്. ഇവർക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിവരം കിട്ടുക? വഹയി മുഖേന പ്രധാനമായിട്ട്. ഈ വഹയി ആരാണ് ഇവർക്ക് ഈ വഹയി കൊടുക്കുന്നത്? അത് മലായിക്കത്തുൽ കിറാമാണ്, മലക്കുകളാണ് വഹയി കൊടുക്കുക. അപ്പോ മലക്കുകളിൽ നിന്ന് വഹയി ഏറ്റുവാങ്ങുന്ന ആളുകളാണ് മുർസലീങ്ങൾ എന്ന് പറയുന്നത്. മലക്കുകളെ കാണാനും അവരിൽ നിന്ന് വഹയി ഏറ്റുവാങ്ങാനും അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്യാനും സാധാരണ ഒരു മനുഷ്യന് കഴിയില്ല. ഇപ്പൊ നമ്മൾക്ക് മലക്കുകളായിട്ട് സംസാരിക്കാൻ പറ്റൂല, മലക്കുകളെ കാണാൻ കഴിയില്ല. മലക്കുകൾ കൊണ്ടുവന്നു തരുന്ന ദിവ്യ സന്ദേശം എന്ന് പറഞ്ഞാൽ, വഹയി എന്ന് പറഞ്ഞാൽ വളരെ ഗഹനവും ഗംഭീരവുമാണ്. അത് ഏറ്റുവാങ്ങാൻ കഴിയില്ല. ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ദൗർബല്യങ്ങളാണ്, സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അപ്പൊ എന്ത് വേണം? മനുഷ്യരിലേക്ക് ദഅവത്ത് നടത്തുകയും വേണം, എന്നാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ മുഖേന വരുന്ന വഹയി ഏറ്റുവാങ്ങുകയും വേണം. ഇത് രണ്ടിനും പറ്റുന്ന ആളുകളെ റസൂലാകാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് മൽക്കനെ കാണാൻ പറ്റൂലല്ലോ. നമ്മൾ ആരും മൽക്കനെ കണ്ടില്ല, ആരും മൽക്കനെ കണ്ടതായിട്ട് പറഞ്ഞിട്ടില്ല, ഒരിക്കലും സാധ്യമല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിനെ കണ്ടിട്ടുണ്ട്. ജിബ്രീലിന്റെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്, മലക്കിന്റെ രൂപത്തിൽ. ജിബ്രീലിന്റെ കയ്യിൽ നിന്ന് സംസാരങ്ങൾ കേട്ടുന്നുണ്ട്, ഖുർആൻ കൊണ്ടുവരുന്നത് ഏറ്റുവാങ്ങുന്നുണ്ട്, വഹയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ ഭയങ്കര ഗംഭീരായിരിക്കും. കാരണം റസൂലുള്ളാഹി തളർന്നു പോകും, ചിലപ്പോൾ വിയർത്തു പോകും, ഭയങ്കര ഭാരമുള്ള വചനങ്ങളാണ്. ആ മലക്കുകളായിട്ട് സംവദിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംവദിക്കുന്ന പോലെ അല്ലാതെ. ഇനി മനുഷ്യർക്ക് മലക്കിനെ കാണണമെങ്കിൽ, നമ്മളെ പോലത്തെ ആളുകൾക്ക് കാണണമെങ്കിൽ എന്ത് വേണം? മലക്ക് മനുഷ്യന്റെ രൂപം പ്രാപിക്കണം. മനുഷ്യന്റെ രൂപം പ്രാപിച്ച ഒരു മലക്ക് ആ മലക്കാന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റും? എന്നോട് കാര്യമില്ല. ആ മലക്കിനെ മലക്കായി കണ്ടുകൊണ്ട് തന്നെ മലക്കിൽ നിന്ന് വഹി വാങ്ങാനുള്ള ഖുവ്വത്തുള്ള ആളുകൾക്ക് മാത്രമേ റസൂലാകാൻ പറ്റൂ. അപ്പൊ ഇവരുടെ ദൃഷ്ടിയിൽ മുർസലീങ്ങളൊക്കെ, മക്കയിലുള്ള ജനങ്ങളുടെ ദൃഷ്ടിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ പറഞ്ഞത് ഞങ്ങളെ പോലത്തെ മനുഷ്യനല്ലേ എന്നാണ്. പക്ഷെ മുർസലീങ്ങൾ മനുഷ്യരാണ്, പക്ഷെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല. മനുഷ്യരല്ലാതിരിക്കാനും പറ്റൂല. കാരണം മനുഷ്യരിൽ പ്രബോധനം നടത്തണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണം. മലക്കുകൾക്ക് ഡയറക്റ്റ് വന്നിട്ട് മനുഷ്യരിൽ പ്രബോധനം നടത്താൻ പറ്റൂല. കാരണം മലക്കുകളെ കാണാൻ നമുക്ക് കഴിയില്ല, അവരെ വഹി ഏറ്റുവാങ്ങാൻ കഴിയില്ല, ഒന്നും സാധാരണ മനുഷ്യന് കഴിയില്ലല്ലോ. അപ്പം മലക്കിന് മനുഷ്യരൂപം പ്രാപിച്ചത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ എന്ത് വേണം? മനുഷ്യരായിരിക്കണം ദഅവത്ത് ചെയ്യുന്ന മുർസലീങ്ങൾ. പക്ഷേ അവര് സാധാരണ മനുഷ്യരാകാനായിട്ട് പറ്റൂല. ഇതിനാണ് ഇസ്തിഫാ എന്ന് പറയുക. അപ്പൊ അല്ലാഹു തആല തെരഞ്ഞെടുത്ത, സെലക്ട് ചെയ്ത
എന്നിട്ട് മലക്കുകളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാനുള്ള ഖുവ്വത്ത് നൽകിയ, അതിന് പറ്റുന്ന ഹൃദയമുള്ള, അതിന് പറ്റുന്ന ബലമുള്ള, മനക്കരുത്തുള്ള ആളുകളെ അല്ലാഹു തആല ജനങ്ങളിലേക്ക് ദഅവത്തിന് അയക്കുന്നതാണ് മുർസലീങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരാൾക്കും സാധാരണ രീതി ചോദിക്കാൻ, നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാർ തന്നെയല്ലേ? പക്ഷെ അവരെ നമ്മളെ പോലത്തെ മനുഷ്യരല്ല. അവരെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത് അസാധാരണമായ ശക്തിവിശേഷത്തോടെയാണ്. എന്താണ് അസാധാരണത്വം? അത് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അല്ലാഹു തആലക്ക് മുർസലീങ്ങൾ ആവശ്യമില്ല, ഡയറക്റ്റ് നമ്മൾക്ക് എത്തിച്ചാൽ മതിയോ. പക്ഷേ അതിന്റെ സംവിധാനങ്ങളിൽ അല്ലാഹു തആല വെച്ചിട്ടില്ല. അതിനുള്ള സംവിധാനം മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അസാമാന്യമായ പ്രത്യേകതകളുള്ള ആളുകൾ മുഖേന മനുഷ്യരിൽ ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മുർസലീങ്ങളും അമ്പിയാക്കന്മാരൊക്കെ മനുഷ്യരായിരിക്കും, പക്ഷെ അവരൊരിക്കലും നമ്മളെപ്പോലത്തെ സാധാരണപ്പെട്ട മനുഷ്യരായിരിക്കില്ല. അവർക്ക് ഇങ്ങനത്തെ ചില പ്രത്യേകതകളുണ്ടാവും, ഖുവ്വത്തുണ്ടാവും. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി അല്ലാഹു തആല അവർക്ക് മുഅ്ജിസത്തുകൾ നൽകും, അസാധാരണമായ ശക്തികൾ നൽകും, സാധാരണക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ നൽകും. ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഒരു വടി കയ്യിൽ കൊടുത്തിട്ട്, മൂസാ നബി അലൈഹിസ്സലാം ഒരു വടി കയ്യിൽ കൊടുത്തിട്ട് അതിനെ പാമ്പാക്കാൻ പറഞ്ഞില്ല അല്ലാഹു തആല, പാമ്പായി. ഈസാ നബി അലൈഹിസ്സലാം വലിയ മാരക രോഗമുള്ള ആളുകളെ ഒരു നിമിഷം കൊണ്ട് ഒന്ന് തടവിയിട്ട് സുഖമാക്കി കൊടുത്തിരുന്നു. അന്ധന്മാരായ ആളുകൾക്ക് കാഴ്ച കൊടുത്തിരുന്നു. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. ഇത് അല്ലാഹു തആല കൊടുക്കുക. ഇത് സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന കാര്യമല്ല. അപ്പൊ ഇങ്ങനെ അല്ലാഹു തആല സെലക്ട് ചെയ്ത ആളുകളാണ് മുർസലീൻ. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യരേനല്ലേ, നിങ്ങളെ പറയുന്നത് കളവാണ്. അപ്പൊ അവര് പറയുന്നത്, നിങ്ങൾ ഓർക്കണം, ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ അല്ലാഹു തആല ഡയറക്റ്റ് അദാബുകൾ ഇറക്കിയിരുന്ന കാലഘട്ടമാണ്. ഈസാ നബിന്റെ കാലശേഷമാണ് അത് നിന്നത്. ഇപ്പോൾ നമ്മളെ ഈ കാലഘട്ടത്തിലോ മുഹമ്മദ് നബിന്റെ കാലഘട്ടത്തിലോ ഈസാ നബിന്റെ കാലഘട്ടത്തിലോ ഡയറക്റ്റ് ശിക്ഷ ഇറക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. ഒരു ജനതയെ നശിപ്പിച്ചത് എത്രയോ ഖുർആനിൽ കാണാൻ സ്ഥലങ്ങളൊന്നും ഉണ്ട് കാണുമ്പോൾ, പക്ഷെ അതൊക്കെ മുമ്പ് ഉണ്ടായതാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുടെ റബ്ബിനെ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം, ഞങ്ങൾ കളമാണ് പറയുന്നതെങ്കിൽ റബ്ബിന്റെ അദാബ് ഞങ്ങൾക്ക് ഉണ്ടാകുമല്ലോ എന്നാണ്. റബ്ബിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടതല്ലേ? കാരണം അന്ന് അല്ലാഹു തആല ഡയറക്റ്റ് ശിക്ഷ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളാണ്. അപ്പൊ ഞങ്ങൾ പറയുന്ന സത്യമാണ് എന്ന് ഞങ്ങൾ അയച്ച റബ്ബിന് അറിയാമല്ലോ എന്നവർ പറയുന്നുണ്ട്. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. ഞങ്ങളുടെ ദൗത്യം നിങ്ങളത് അറിയിക്കൽ മാത്രമാണ്, അനുസരിക്കൽ നിങ്ങളെ ബാധ്യത. അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് അല്ലാഹു തആല നിശ്ചയിച്ച എന്താണോ നിങ്ങളിൽ അത് സംഭവിക്കും. അത് മുന്നറിയിപ്പ് നൽകാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അപ്പോൾ അവർ പറയുന്ന മറുപടി, ഈ ചോദ്യം മറുപടി എന്നൊക്കെ പറയുമ്പോൾ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടോ, അവര് നബിമാരിത് പറഞ്ഞു, അപ്പൊ ഇവരിത് മറുപടി പറഞ്ഞു, പിന്നെ അവർ പറഞ്ഞു മറുപടി പറഞ്ഞു ഒക്കെ പറയും. അത് പറയുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതെല്ലാം കൂടെ ഒരു ദിവസം ഉണ്ടായതാണെന്ന് മനസ്സിലാക്കരുത്. ഒരു മീറ്റിംഗ് കൂടി കുറെ ചോദ്യം മറുപടി അല്ല, ഇതൊക്കെ എത്ര ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇവരിടയിൽ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ അവർ ഇങ്ങനെ നിഷേധിക്കും, ചിലപ്പോൾ മറ്റവർ മറുപടി പറയും, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും ന്യായങ്ങൾ പറയും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ അവർ പറഞ്ഞത്, قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. കുറേ കാലം ഇവരിൽ ഈ ദാവത്ത് തുടർന്നിട്ടുണ്ട്. ഇവർ സംവാദങ്ങളും തർക്കങ്ങളും പറയലും പ്രശ്നങ്ങളും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് ഈ ജനതക്ക് ഇവരെ കൊണ്ട് കിട്ട് സഹി കെട്ടതായിട്ട് അവർക്ക് തോന്നി, ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമായിട്ട് അവർക്ക് തോന്നി. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ് ഖാലു ഇന്നാ തطيرنا ബികും. ആ ജനത പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വല്ലാത്ത ലക്ഷണക്കേടിലായിട്ടുണ്ട്. അത് ഒരു സമൂഹത്തിന്റെ വിശ്വാസമാണ്. ചില ആളുകൾ, ചില സമൂഹമൊക്കെ അങ്ങനെ വിശ്വസിക്കും, ഇന്നതുകൊണ്ട് ഇന്ന ലക്ഷണം ഉണ്ടാവും, ഇന്ന ഗുണം ഉണ്ടാവും, ഇന്നതുകൊണ്ട് ഇന്ന ദോഷം ഉണ്ടാവും. ഇപ്പൊ ചില ആൾക്കാർ കണ്ടില്ലേ, രാവിലെ അങ്ങനെ പോകുമ്പോൾ ഒരു പൂച്ച മുന്നിൽ കൂടി പോയാൽ ലക്ഷണക്കേടായി, അല്ലെങ്കിൽ ഒരു കാക്ക അങ്ങോട്ട് പറഞ്ഞാല് ലക്ഷണക്കേട് പറയും, ആയി അത് വലിയ ലക്ഷണക്കേടായി. പക്ഷെ ഇത് അന്ധവിശ്വാസമാണ്. ഇസ്ലാമിൽ അങ്ങനെ
ലക്ഷണം ഇല്ല. ഏതെങ്കിലും സംഗതിനെ കൊണ്ട് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നോ അല്ലെ ഇതുകൊണ്ട് നാശം ഉണ്ടാവുന്നോ വിശ്വസിക്കാൻ പാടില്ല. ഇപ്പൊ ചന്ദ്രനെ കണ്ടിട്ട് ലക്ഷണം പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ലക്ഷണം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ ഇസ്ലാം നിരാകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ മാസം കാണുമ്പോൾ ദുആ ചെയ്യാൻ സുന്നത്തായ ദുആ ഉണ്ടല്ലോ. എന്താ മാസം കാണുമ്പോൾ ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹ് ഹിലാലു ഖൈരിൻ വറുഷ്ദ് എന്നാണ് പറയേണ്ടത്. റബ്ബി വറബ്ബുക്കല്ലാഹ് നമ്മൾ ആ ചന്ദ്രനോട് നമ്മൾ പറയാണ്, റബ്ബി വറബ്ബുക്കല്ലാഹ്, ഞങ്ങളിൽ നിന്റെയൊക്കെ റബ്ബ് അള്ളാഹനെയാണ്. അതായത് സാധാരണ ഒരു ഗോളം മാത്രമാണ് ചന്ദ്രൻ. എനിക്ക് അവന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക സാധനമൊന്നും ബഹുമാനിക്കേണ്ട സാധനമൊന്നും ഇല്ല. സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല പടച്ച ഭൂമിയെ പോലെയുള്ള കോടാനുകോടി ഗോളങ്ങളിൽ ഒരു ഗോളം മാത്രമാണ്. പഴയ കാലത്ത് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ അതിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവര് വിഗ്രഹങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ചില നറുക്കുകൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ പലതും ഉപയോഗിച്ചു. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്, ജാഹിലിയത്താണ്. അപ്പൊ അങ്ങനെ ഈ ലക്ഷണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? അഭിരമിക്കരുത്. നമുക്ക് എല്ലാ അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. ബഹുമാനിക്കേണ്ട വസ്തുക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന സ്ഥലം, ഇന്ന സാധനങ്ങൾ, ഇന്ന മാസങ്ങൾ, ഇന്ന വ്യക്തികൾ, അതൊക്കെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിനെ തഅ്ലീം ചെയ്യുന്നു അല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ പേരിൽ എന്നുള്ളതല്ലാതെ ലക്ഷണങ്ങളൊന്നും നമ്മൾക്ക് പ്രസക്തമായ കാര്യങ്ങളില്ല. പക്ഷെ ഇവര് ജാഹിലിയ കാലത്തുള്ള ആളുകളുടെ സ്വഭാവമാണിത്. ഒരു വ്യക്തിയെ എന്നെ കൊണ്ടാണ് എല്ലാ ലക്ഷണക്കേടും പറയും. ഇത് ചിലപ്പോൾ ആളുകൾ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. അവര് പറഞ്ഞത് നിങ്ങളെ മൂന്നാളെ കൊണ്ടാണ് ഞങ്ങൾക്കുള്ള സകല നാശം ഉണ്ടായത്, ഞങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, ഈ നാടിന്റെ തന്നെ മുഴുവൻ പ്രശ്നം നിങ്ങൾ മൂന്നാൾക്കാരാണ്, നിങ്ങൾ ലക്ഷണം കെട്ട ആൾക്കാരാണെന്നാണ് ലാസ്റ്റ് അവർ പറഞ്ഞത്. സൈ കെട്ടുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു ലഇല്ലൻ തന്തഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ലഇല്ലം തന്തഹു, ഇതിൽ നിന്ന് നിങ്ങളുടെ ഇപ്പത്തെ പരിപാടി ഉണ്ടല്ലോ, ഈ ആളുകളെ നന്നാക്കാൻ നടക്കല്, ഇതിൽ നിങ്ങൾ പിന്മാറണം. ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നില്ലെങ്കിൽ ലനർജുമന്നകും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞ് ഓടിക്കുമ്പോഴും, വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനയുക്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കടുത്ത ശിക്ഷ കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഈ സതുപദേശങ്ങളും ഈ ആളുകളെ നന്നാക്കലും ഉത്ബോധിപ്പിക്കലും ഇതൊക്കെ നിർത്തിക്കോളും. ഞങ്ങൾക്കിത് സഹിക്കുന്നതിൻ്റെ അപ്പുറം സകല നാശം ഞങ്ങൾക്ക് ഈ നാട്ടിൽ മുഴുവൻ ഉണ്ടായത് നിങ്ങൾ മൂന്നാളുകളെ കൊണ്ടാണ്. അതുകൊണ്ട് നിർത്തുന്നില്ലെങ്കിൽ ലനർജുമന്നകും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞോടിക്കും, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷ. അപ്പൊ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട് രോഷാകുലരായിരിക്കുകയാണ്. മനുഷ്യരുടെ പ്രകൃതി അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സതുപദേശം ചെയ്താൽ, ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ, അപ്പൊ എല്ലാവരും കൂടി അതിനെതിരെയുള്ള തീരെ ഒരു സദാചാര ഗുണ്ടാന്നൊക്കെ പറയും. ഒരു നല്ല കാര്യം പറഞ്ഞ ഇപ്പൊ സദാചാരക്കാരനാവും. ഒരു സദാചാരം വന്ന് എല്ലാവരും കൂടി തന്നെ നേരത്തെ എന്നിട്ട് പിന്നെ ഇയാളെ കല്ലെറിയ ചെയ്യുക. ഈ പറഞ്ഞ ആളെ നേരത്തെ എങ്ങനെയെങ്കിലും അയാളെ മോശമാക്കാൻ, അയാളെ അധിക്ഷേപിക്കാൻ. അയാൾ ഈ കാലഘട്ടത്തിന് പറ്റാത്ത ആളാണ്, ഈ കാലത്തൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ ഇപ്പം നടക്കണ കാര്യമാണോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറയുന്ന മനുഷ്യരുടെ പ്രകൃതി അതാണ്. എല്ലാവർക്കും ആഗ്രഹം എന്ന് വെച്ചാൽ വളരെ സ്വതന്ത്രമായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ ജീവിക്കാൻ തന്നെയാണ് എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം. നമ്മളൊക്കെ ഇങ്ങനെ ഒരു നിയന്ത്രണത്തിലും ചെറുപ്പകാലം മുതലുള്ള ശീലത്തിലായതുകൊണ്ട് ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നതേ ഉള്ളൂ. പൊതുവെ സമൂഹം, മനുഷ്യ സമൂഹം വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവർ സാമൂഹികമായിട്ട് അധാർമികതയിലേക്ക് പോകും. അത് മനുഷ്യന്റെ പ്രകൃതി തന്നെ. അപ്പൊ അതിനോട് അനിഷ്ടമുള്ള ആളുകൾ എമ്പാടുണ്ടാവും. പക്ഷെ എല്ലാവർക്കും ഇത് പറയാൻ കഴിയില്ല. കുറച്ചാളുകൾ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു എന്ന് വരും. പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ ആളുകളെ ഇവർ അപമാനിക്കും. ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ സതുപദേശം ചെയ്യുന്ന ആളുകൾ അപമാനിക്കും. അപ്പൊ നമ്മളൊക്കെ തന്നെ നമ്മൾ കൺമുമ്പിൽ എത്രയോ കാണുന്നതല്ലേ, അതിന്റെ സ്വഭാവമാണ്. അപ്പൊ ഇവരും അന്ന് തന്നെയാണ് ചെയ്തത്. ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അപ്പൊ ഇവര് ഈ മുർസലീങ്ങളായ ആളുകൾ അവരോട് മറുപടി പറഞ്ഞു.
ഖാലൂ ത്വാഇറുക്കും മഅക്കും അൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖാലൂ, അവർ ഈ ജനങ്ങളോട് പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങൾ ഞങ്ങളിൽ ലക്ഷണക്കേട് തരേണ്ട. ത്വാഇറുക്കും മഅക്കും, നിങ്ങൾക്ക് വല്ല അവലക്ഷണം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൂടെ തന്നെ ഉള്ളതാണ്, നിങ്ങളുടെ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ്. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വല്ല നഷ്ടവും വന്നിട്ടുണ്ടെങ്കിൽ, വല്ല പരീക്ഷണങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ടുണ്ടായതല്ല. മഅക്കും, ആ അവലക്ഷണങ്ങളും ആ ദുരിതങ്ങളും നിങ്ങളുടെ കൂടെ പിറപ്പാണ്, നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലമാണത്. അത് ഞങ്ങൾ പറഞ്ഞിട്ടെന്താ കാര്യം? ദുഃഖിർത്തും, നിങ്ങളോട് ഉത്ബോധിപ്പിച്ചു എന്നത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. അതിൻ്റെ പേരിലാണോ നിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളോട് ഞങ്ങൾ ചെയ്ത കുറ്റം എന്താണ്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ ഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് ലഭിച്ച അറിവും വിജ്ഞാനവും സന്ദേശവും സതുപദേശങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ള ഒരേ ഒരു സംഗതിയാണ് ഞങ്ങൾ ചെയ്തത്. ആ ഒരു സതുപദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നതിൻ്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളെ ഇത്രമാത്രം അക്രമം കാണിക്കാനും ധിക്കാരം കാണിക്കാനും എതിർക്കാനും തയ്യാറാകുന്നത്? ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, എങ്കിൽ നിങ്ങളൊരു വല്ലാത്ത സമൂഹം തന്നെയാണ്, വല്ലാത്തൊരു സമൂഹമാണ് നിങ്ങൾ. ബൽ അൻതും, നിങ്ങൾ ഖൗമുൻ മുസ്രിഫൂൻ, പരിധി വിട്ടുപോയ ജനങ്ങളാണ്. നമ്മൾ സാധാരണ പറയാറുള്ളല്ലോ, പറ്റ പിടുത്തം വിട്ടുപോയി, സമൂഹം പറ്റ പിടുത്തം വിട്ടു പോവുകയാണെന്ന് പറയില്ലേ. നമ്മളെല്ലാ നിയന്ത്രണങ്ങളും വിട്ടിട്ട്, എല്ലാ കൺട്രോളും വിട്ടിട്ട്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ, തിന്മകളിലും തമ്മാടിത്തുകളിലും മുഴുമ്പോൾ നമ്മൾ പറയില്ലേ, ആകെ പിടുത്തം വിട്ടുപോയി എന്ന് പറയില്ലേ. ആ വാക്കാണ് ഇവർ പറഞ്ഞത്, ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ, നിങ്ങൾ പിടിവിട്ടുപോയിരിക്കുന്നു എന്ന്. അപ്പൊ ഇവര് അതിനേക്കാൾ രോഷാകുലരായി അവസാനം ഒരുപാട് അമ്പിയാക്കന്മാർക്ക് മുമ്പ് സംഭവിച്ചതുപോലെ ഈ 3 മുർസലീങ്ങളെയും അവര് ബലമായിട്ട് പിടികൂടി നിർത്തിയിട്ട് അവരെ ആക്രമിച്ച് എറിഞ്ഞ് കൊന്നുകളയാനാണ് അവർ തീരുമാനിച്ചത്. അതൊരു വല്ലാത്തൊരു നിർണായകമായ ഘട്ടമായിരുന്നു. ഇത് ഇവരുടെ മാത്രം അനുഭവമൊന്നുമല്ല കേട്ടോ, ഒരുപാട് അമ്പിയാക്കന്മാർ കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ സയ്യിദന യഹ്യ അലൈഹിസ്സലാം കൊല്ലപ്പെട്ടു പോയതാണ്. മുൻകഴിഞ്ഞു പോയ ഒരുപാട് അമ്പിയാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈർച്ചവാള് കൊണ്ട് 2 കഷ്ണമാക്കി മുറിക്കപ്പെട്ടവർ എൻ്റെ ഇഖ്വാനുകളായ അമ്പിയാക്കന്മാരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയൊന്നും നമുക്കുണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലമ്മാ യഅതികും മസലുല്ലദീന മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബൗസാഉ വല്ലറാഉ വസുൽസിലു. അല്ലാഹുവിൻ്റെ വഴിയിൽ നന്മ പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയുക്തരായ പ്രവാചകന്മാരോട്, മുർസലുകളോട് ഏതൊരു ജനതയിലേക്കാണോ അവർ ചെന്നിട്ടുള്ളത് ആ ജനത കാണിച്ചു കൂട്ടിയ അതിക്രമത്തിന്റെ ആഴമാണല്ലോ പറയുന്നത്. റസൂലേ, നിങ്ങൾക്ക് അത്രയൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. മസ്സത്തുഹുൽ ബഅ്സാഉ വല്ലറാഉ, കഠിനമായ പരീക്ഷണങ്ങൾ, അങ്ങേയറ്റത്തെ ധിക്കാരവും അതിക്രമങ്ങളും. വസുൽസിലു, അവർക്ക് ഇങ്ങനെ കിടിലം കൊണ്ടുപോയിട്ടുണ്ട് ആ പ്രവാചകന്മാർ. ധിക്കാരികളും അക്രമികളും വാലിമികളുമായ ജനങ്ങളുടെ മുന്നിൽ കിടിലം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അവസ്ഥകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഒരുപാട് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. അതന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. ഈ 3 മുർസലീങ്ങളെ അന്താക്കിയിലുള്ള ജനങ്ങൾ പിടികൂടാൻ. എന്തിനാണ് പിടികൂടിയത്? അവരെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഈസാ നബി അലൈഹി സ്വലാമിനെ പിടികൂടില്ലേ ജൂതന്മാര്? ഈസാ നബി അലൈഹി സ്വലാമിനെ പിടിച്ചു കൊണ്ടുപോയതാണല്ലോ കുരിശിയിലേറ്റി തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി കളഞ്ഞതാണ്. അത് ഭയങ്കര അറിയപ്പെടുന്ന ഹിസ്റ്ററിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാത്ത പൂർവ്വകാല ചരിത്രമൊക്കെ. ഈസാ നബിന്റെ ഹിസ്റ്ററി അറിയപ്പെടുന്നതാണ്, ഈസാ നബിയെ പിടികൂടിയത്. അപ്പൊ അമ്പിയാക്കന്മാരുടെ അവസ്ഥ അത് തന്നെയാണ്. ആ ഒരു നിർണായക ഘട്ടത്തിൽ ഇവരെ കൊന്നുകളയും എന്ന് തോന്നിയ
ഒരു ഘട്ടത്തിലാണ്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مقتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون. അപ്പോഴാണ് വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ, ആ പട്ടണത്തിന്റെ വിദൂരമായ ഒരു കോണിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വരുന്ന. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുൽ യസ്ആ, യസ്ആ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൃതിയിൽ വരുന്നതാണ് യസ്ആ എന്ന് പറയാം. അതായത് അയാൾ ഓടി വരികയാണ്. ഈ ഒരു നിർണായകമായ ഘട്ടെത്തിയപ്പോൾ ഇതൊരു ലാസ്റ്റ് നിമിഷമാണല്ലോ, അവസാന നിമിഷമാണ്. അപ്പൊ ഇയാൾ അതുവരെ മിണ്ടാതിരുന്നൊരു മനുഷ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും ആളുകളെ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരു മനുഷ്യനാണ് ഇവർ വിശ്വസിച്ചത്. ആ മനുഷ്യനാണ്. അയാൾ ടൗണിലായിരുന്നില്ല, വിദൂരമായ സ്ഥലത്ത് ഒരു ഗുഹയുടെ പൊത്തിൽ ഇബാദത്തിലായിട്ട് കഴിച്ചു കൂട്ടിയിരുന്ന ഒരു സാധു മനുഷ്യനാണ്. മാത്രമല്ല അയാൾ രോഗിയായിരുന്നു, അയാൾക്ക് കുഷ്ഠരോഗം ബാധിച്ചത്. പക്ഷെ അദ്ദേഹം മാത്രമാണ് ഈ പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചത്, വേറെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുവരെ അയാൾ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വിശ്വാസിയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അയാൾ നിശബ്ദനായിരുന്നു, ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പറയാതിരുന്നിട്ട് എന്താണ്, പ്രവാചകന്മാരെ കൊല്ലാൻ പോവല്ലേ. അപ്പൊ പിന്നെ അയാൾ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റിട്ട് ഓടുകയാണ്. അയാൾ ഓടി വരികയാണ് ഈ ജനങ്ങൾക്കിടയിലേക്ക്. പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് പോലെയാണ് അയാൾ ഇങ്ങോട്ട് വന്നത്. അയാൾ ഓടി വന്നിട്ട് പറഞ്ഞത്, യാ ഖൗമി, എന്റെ സമുദായമേ, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ആ മുർസലീങ്ങൾ പിന്തുടരാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അയാൾ വലിയ പ്രധാനിയായ ആളൊന്നല്ല, നാട്ടിലൊരു പ്രമുഖനായ ആളൊന്നല്ല. പക്ഷേ പറയേണ്ട ഘട്ടത്തിൽ ഇനി നിശബ്ദനായിരിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്ന് ബോധ്യമായപ്പോ അദ്ദേഹം രണ്ടു കൽപ്പിച്ചു കണ്ടുവന്ന് പറഞ്ഞതാണ്, ഇത്തബിഉൽ മുർസലീൻ, ഈ മുർസലീങ്ങളെ നിങ്ങൾ പിന്തുടരണം. അപ്പൊ എല്ലാവരും അമ്പരക്കുമല്ലോ. ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കും. അപ്പൊ എല്ലാവരും കൂടി പിന്നെ ഇയാളെ നേരത്തെ എന്താണ് ഇയാൾ പറയുന്നത്, എന്താണ്, കാരണം അവർ അതുവരെ കേട്ടിട്ടില്ലാത്ത അപരിചിതമായൊരു ശബ്ദമാണ്. നന്മയുടെ വാക്കുകൾ ഈ മൂന്ന് മുർസലീങ്ങളിൽ നിന്നല്ലാതെ ആ നാട്ടിൽ ആരിൽ നിന്നും അവർ കേട്ടിട്ടില്ല. അപ്പോഴാണ് നാലാമത്തെ ഒരു സാധാരണ മനുഷ്യൻ ഓടി വന്നു കണ്ട് പറയുന്നത്, ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ ഈ മുർസലീങ്ങളെ പിന്തുടരണം, അവർക്ക് നിങ്ങൾ വഴിപ്പെടണം, അവർ പറഞ്ഞത് അനുസരിക്കണം. അപ്പൊ അവർ ശ്രദ്ധിക്കുമല്ലോ എന്താണ് ഇയാൾ പറയുന്നത്. അപ്പൊ അവർ ഇയാൾ ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് ഈ വിശ്വസിച്ചത്, നീ എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ അയാൾ പറഞ്ഞു, ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഖ്തദൂൻ. രണ്ട് കാര്യമാണ് അയാൾ പറഞ്ഞത്. ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റ, ഒന്ന്, നിങ്ങൾ ഇവരെ പിന്തുടരണം. അതിന്റെ കാരണം മൻ ലാ യസ്അലുക്കും അജ്റ, നിങ്ങളോട് അവർ കൂലിയൊന്നും ചോദിക്കണില്ലല്ലോ. നിങ്ങളോട് അവർ ഇതുവരെ ഈ കാലമെല്ലാം നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ എല്ലാ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിച്ച്, കഷ്ടപ്പെട്ട്, ത്യാഗം സഹിച്ച് നിങ്ങൾക്കിടയിൽ അവർ നന്മ ഉപദേശിച്ച് ജീവിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവരെന്തെങ്കിലും പ്രതിഫലം വാങ്ങി? ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവർ പിന്തുടരപ്പെടേണ്ട ആളുകളാണ്. എന്താ കാര്യം? അവിടെ ഒരുപാട് ഇവരുടെ പുരോഹിതന്മാരുണ്ട്. അവരുടെ വിഗ്രഹ ആരാധനയുടെയും മറ്റുള്ളവർക്കായി ഒരുപാട് പുരോഹിതന്മാർ, അവർക്ക് ആളുകൾ ഉണ്ടാവുമല്ലോ, കാർമ്മികത്വം വഹിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവർ വിശ്വസിക്കുന്ന, അവർ പിന്തുടരുന്ന ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടാവില്ലേ. പക്ഷെ ആ പണ്ഡിതന്മാർ മുഴുവൻ ഇവരെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നവരാണ്. അവരുടെ ഓരോ കർമ്മത്തിനും പൈസ വാങ്ങണില്ലേ. ഈ അനുയായികളിൽ നിന്ന്, ഈ ജനങ്ങളിൽ നിന്ന് അവർക്ക് നൽകുന്ന ഏതൊരു സേവനത്തിന്, ഏതൊരു കാര്യത്തിനും
മതപരമായ കാര്യങ്ങൾക്ക് അവർ പ്രതിഫലം വാങ്ങുന്നവരാണ്. പക്ഷെ ഇവർ ഈ കാലലായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ആരെയാണ് പിന്തുടരേണ്ടത്? അതൊരു വല്ലാത്തൊരു ചോദ്യമല്ലേ. നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിൻ്റെ ദഅവത്ത് ചെയ്യുന്ന ആളുകൾ അതിന് പ്രതിഫലം വാങ്ങുന്നവരല്ല. അമ്പിയാക്കന്മാരെല്ലാവരും, അമ്പിയാക്കന്മാർ തന്നെ ജനങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഷുഐബ് നബി അലൈഹി സ്വലാം ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളോടൊന്നും ചോദിക്കണില്ലല്ലോ, എന്താ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? ലാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹ്. ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതിന് പ്രതിഫലം ചോദിക്കുന്നില്ലല്ലോ എന്ന് അമ്പിയാക്കന്മാരെ തന്നെ പറയുന്നുണ്ട്. മറ്റ് സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവർക്ക് നൽകിയ സന്ദേശങ്ങളെ, അറിവുകളെ, വചനങ്ങളെ, വേദഗ്രന്ഥങ്ങളെ ഒക്കെ അവർ വിറ്റ് പൈസാക്കുന്നവരാണ്. വിറ്റ് പൈസാക്കാൻ അച്ചടിച്ച് വിറ്റ് പൈസാക്കല്ല, അത് പറഞ്ഞു കൊടുത്തിട്ട് അതിന് പകരം പണം വാങ്ങുന്നവരാണ്. അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നവരാണ്. പ്രതിഫലം വാങ്ങല് പല രീതിയിലുണ്ട്. മതം ഉപയോഗിച്ചിട്ട്, മതത്തിൻ്റെ വചനങ്ങൾ ഉപയോഗിച്ച് പ്രതിഫലം വാങ്ങുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി വചനങ്ങളെ ഉദ്ധരിക്കും. ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കും, അല്ലെ വേദവചനങ്ങൾ ഉദ്ധരിക്കും, വേദങ്ങൾ ചൊല്ലിക്കൊടുക്കും. എന്തിനാണ് ചൊല്ലിക്കൊടുക്കുന്നത്? വേദവചനങ്ങൾ ഉച്ചരിക്കുന്നത് എന്തിനാണ്? ഇവരാവശ്യം നടക്കാനാണ്. അപ്പൊ അതിന് പറ്റുന്ന വചനങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുക. ഇവർക്ക് എന്തെങ്കിലും കിട്ടാൻ പറ്റുന്ന, മനുഷ്യന് പല ആഗ്രഹങ്ങളല്ലേ, അതിൽ പണം ആവശ്യമുള്ള ആളുകളുണ്ടാവും. ചിലർ ഇതുകൊണ്ട് കോടിക്കണക്കിന് പണം സമ്പാദിക്കും. ഇത് വിറ്റ് കാണും, ഇത് ചെലവാക്കി കാണും, അത് പ്രലോഭിപ്പിച്ചിട്ട്. അപ്പൊ ജനങ്ങൾ, സാധാരണ ജനങ്ങളാണ് അറിവില്ലാത്തവരാണ്, അവർ പെട്ടെന്ന് പ്രലോഭിതരാവും. അങ്ങക്ക് ഞാൻ ഇത് ചൊല്ലിത്തരാം, അതിന് ഇത്ര പൈസ, ഞാനത് പറഞ്ഞുതരാം, അതിന് ഇത്ര പൈസ, ഞാൻ ഊതിത്തരാം, അതിന് ഇത്ര പൈസ. പൈസ ഉണ്ടാക്കില്ലേ മനുഷ്യന്മാർ? ഇത് വിറ്റുകാണ്ട് കാശുണ്ടാക്കി എന്നിട്ട് ഭയങ്കര പൈസക്കാരായി നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ആസ്തികൾ, വലിയ വമ്പൻ ആസ്തികളുള്ള മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഓരോ പുരോഹിതന്മാരുടെ ഒക്കെ കയ്യിലുണ്ടാകുന്ന ആസ്തികൾ എത്രയായിരിക്കും? എവിടുന്ന ഈ പൈസ? ഇവർ വല്ല അധ്വാനിച്ചതാണ്, ബിസിനസ് ചെയ്തതാണ്, ജോലി ചെയ്തതാണ്? ഒന്നുമല്ല. അവരെ കയ്യിലുള്ള വേദം വിറ്റുകാണ്ട് ഉണ്ടാക്കിയ പൈസയാണത്. സാധുക്കളായ വിവരമില്ലാത്ത ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുകയാണ്. ഇവർക്ക് ഇത്ര പൈസ കൊടുത്താൽ എനിക്കത് കിട്ടും, ഇവര് വേദം ചെല്ലുന്നവരാണ്, അത് ഊതിത്തരുന്നവരാണ്, ഇത് മന്ത്രിക്കുന്നവരാണ്, അപ്പൊ അവർക്ക് ഇത്ര പൈസ കൊടുത്തിട്ട് എനിക്ക് എന്നാ നേട്ടം ഉണ്ടാവും, എന്നിട്ട് ഇവർ ഭയങ്കരമായിട്ട് പൈസ കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ കാശുള്ള ആൾക്കാരെന്ത് ചെയ്യും? അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ സമീപിക്കും. അപ്പൊ അവർ അതിനെന്തെങ്കിലും ചെയ്തു കൊടുക്കും. അപ്പൊ ഇവർക്ക് തോന്നും പിന്നെ എനിക്ക് കിട്ടണമൊക്കെ ഇതുകൊണ്ടാണ്, പിന്നെ ഇഷ്ടംപോലെ കിട്ടണമല്ല, അപ്പൊ ഇന്നൊരു ഇവർ കൊടുക്കും. അപ്പൊ ഇവരും പൈസക്കാരോ, ഈ പൗരോഹിത്വം പൈസക്കാരോ, അങ്ങനത്തെ ആളുകളുണ്ട്. ചിലർക്ക് വേണ്ടത് വലിയ പ്രൗഢിയായിരിക്കും, വലിയ ആളുകളായിട്ട് വലിയ കിരീടമൊക്കെ ധരിച്ച്, വലിയ തൊങ്ങലൊക്കെ വെച്ചിട്ട്, വലിയ ആഡംബരത്തിൽ ഇങ്ങനെ ആളുകൾ ജീവിക്കുക. അങ്ങനത്തെ പുരോഹിതന്മാർ കണ്ടിട്ടില്ലേ? വലിയ ആഡംബരപ്രിയരായ പുരോഹിതന്മാർ. അവർക്ക് അത് കിട്ടണം. പക്ഷെ അത് കിട്ടാൻ പോലെ എന്താ ഉപയോഗിക്കുന്നത്? അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ഈ വേദങ്ങളെ, മതവിശ്വാസത്തെ ഉപയോഗപ്പെടുത്തും. എന്നിട്ട് ഇവര് ഭയങ്കര പ്രൗഢിയിൽ ഇങ്ങനെ ജീവിക്കും. ജനങ്ങളോട് ഭയങ്കര ഉപദേശങ്ങൾ നൽകും, ഭയങ്കര ഉദാരതയെ പറ്റി പറയും. ഇവർ ഉദാരത ചെയ്യില്ല, ഇവർ ഭയങ്കര ആ ഉദാരത, ജനങ്ങൾ ഉദാരത ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഇവർ ഭയങ്കര ആഡംബരത്തിൽ ജീവിച്ചു പോകുന്നതാണ്. ചിലർ വലിയ പദവികൾ കൊതിക്കുന്നവരാണ്, സ്ഥാനമാനങ്ങൾ, പേര്, പബ്ലിസിറ്റി. മനുഷ്യന്റെ വ്യാമോഹങ്ങൾ, ആഗ്രഹങ്ങൾ പലതാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് പുരോഹിതന്മാർ. ഇത് കണ്ട മനുഷ്യരോടാണ് ഇദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നാൽ ഈ പറയുന്ന ആളുകൾ നിങ്ങളോട് എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ, എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇവർ നിങ്ങളോട് എന്തെങ്കിലും പ്രതിഫലം ചോദിക്കുന്നുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഇവരെ പിന്തുടരണ്ടേ? അതല്ലേ നിങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റാ, നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കാത്ത ഈ ആളുകളെ നിങ്ങൾ പിന്തുടരണം. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഖ്തദൂൻ. രണ്ടാമത്തത് അവർ മുഖ്തദൂൻ, അവർ നേർമാർഗത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ മൂന്നാളുകൾ. ഇവര് ഒരു കളവ് പറയുന്നവരല്ല, ഒരു തിന്മ ചെയ്യുന്നവരല്ല, ഒരു അക്രമം കാണിക്കുന്നവരല്ല, ഒരു പ്രകോപനം ഉണ്ടാക്കുന്നവരല്ല, ഒന്നും ചെയ്യുന്നവരല്ല.
ഇവർ ശരിയായ ഒരു പാതയിലാണ്, ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. നിങ്ങൾ കൺമുമ്പിലുള്ള ആൾക്കാരാണല്ലോ ഇത്. അപ്പൊ ഇത്രയും നല്ല മനുഷ്യരാണ് ഇവരെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കെ നിങ്ങളുടെ തെറ്റുകളെ എതിർത്തു എന്നതിൻ്റെ പേരിൽ, നിങ്ങളുടെ വിഗ്രഹാരാധനയെ എതിർത്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് ഇവരോട് അക്രമം കാണിക്കുന്നത്? നിങ്ങൾ അവരെ അനുസരിക്കല്ലേ വേണ്ടത്? അതാണ് അതിൻ്റെ ന്യായം. കാരണം ഇവരിൽ ഒരു തെറ്റും പറയാനില്ല, ഒരു കുറ്റവും പറയാനില്ല, ഒരു ആരോപണവും ഇല്ല. അവർ മുക്തദീങ്ങളാണ്, നേർമാർഗത്തിലാണ് അവർ. ഈ രണ്ട് കാരണങ്ങളാൽ നിങ്ങൾ ഇവരെ പിന്തുടരണ്ടേ എന്നാണ് ഇയാൾ ഓടി വന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവര് ചോദിക്കാണ്, നീ എങ്ങനെ ഇതിന്ന് വിട്ടുപോയത്? നമ്മളെല്ലാവരും കൂടി ഒരു മതക്കാരാണല്ലോ. നമ്മൾ എത്ര കാലങ്ങളായിട്ട് നമ്മൾ പൂർവികരായ ആളുകൾ ആചരിച്ചു പോരുന്ന വിശ്വാസത്തിലുള്ളവരാണ്. നീ എങ്ങനെയാണ് ഇതിന്ന് വിട്ടുപോയത്? എനിക്ക് എങ്ങനെയാണ് അതിന് ധൈര്യം വന്നത്? കാരണം കൂട്ടത്തിൽ നിന്ന് ഒരു മാറിക്കല്ലേ, ഒരാൾ മാത്രം. ഉമർ പറഞ്ഞു, വമാലി ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഈ വന്ന മുർസലീങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പഠിപ്പിച്ചു തന്നുള്ളത്, എന്നെ സൃഷ്ടിച്ച് എനിക്ക് ചെറുപ്പം മുതൽ ഒരു വിശുദ്ധമായ വഴി എനിക്ക് തന്നത്, എൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചത്, എന്നെ പരിപാലിച്ചത് ഒരു അല്ലാഹുവാണ്. അവസാനം ഞാൻ മരിച്ചു പോയാൽ, ഞാനും നല്ല നമ്മളെല്ലാവരും മരിച്ചു പോയാൽ നമ്മൾക്ക് മടങ്ങിപ്പോകാനുള്ളതും ആ അല്ലാഹുവിലേക്കാണ്. ഇത് ഈ പ്രവാചകന്മാരിൽ നിന്ന് എനിക്ക് ബോധ്യമായിരിക്കെ എന്നെ സൃഷ്ടിക്കുകയും ഏതൊരു ആളിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയോ ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് കാരണമാണ് എനിക്കുള്ളത്? മാലി, എന്തുകൊണ്ട് ഞാൻ ആരാധിക്കാതിരിക്കണം? എന്തിന് ഞാൻ ആ റബ്ബിനെ ഒഴിവാക്കണം? എന്തിന് ഞാൻ ആ റബ്ബിനെ നിഷേധിക്കണം? മാലി ലാ അഅ്ബുദ്, എങ്ങനെയാണ് ഞാൻ ആ റബ്ബിനെ ആരാധിക്കാതിരിക്കുക? ആ റബ്ബല്ലേ എനിക്ക് എന്നെ പഠിച്ചത്. അല്ലദീ ഫതറനി, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് എനിക്ക് ഈ ഫിത്രത്ത്, ശുദ്ധമായ പ്രകൃതി എന്നത് അല്ലാഹു അല്ലേ. വഇലൈഹി തുർജഊൻ, ആ റബ്ബിലേക്കല്ലേ എനിക്ക് മടങ്ങി പോകാനുള്ളത്. നിങ്ങളൊക്കെ മടക്കപ്പെടുന്ന അങ്ങോട്ട് തന്നെയല്ലേ. എന്നെയും നിങ്ങളൊക്കെ അവസാനം മരിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് തന്നെ പോകാനുള്ളത്. എന്നിട്ട് ആ റബ്ബിനെ ഞാൻ ആരാധിക്കരുതാന്നാണോ നിങ്ങൾ പറയുന്നത്? അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ ഇൻ യുരിദിനർ റഹ്മാനു ബിദുർ ലാ തുഗ്നി അന്നീ ശഫാഅത്തുഹും ശൈആ വലാ യുൻഖിദൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത്? അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഈ റബ്ബിനെ വിട്ടിട്ട്, ഈ ഏകനായ ഇലാഹിനെ വിട്ടിട്ട്, അത് നിങ്ങൾക്കും അറിയാം റഹ്മാൻ ഉണ്ട് എന്നുള്ളത്. ആ റബ്ബിനെ വിട്ടിട്ട് നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൃത്രിമമായ, നമ്മൾ തന്നെ ചാർത്തി കൊടുത്ത സ്ഥാനങ്ങളാണ്. ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഇത് ഇന്ന ദൈവമാണ്, വേറൊരു കോലം ഉണ്ടാക്കി ഇത് ഇന്ന ദൈവമാണ്, ഇതിന്റെ മൂക്ക് ഇങ്ങനെയെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്, ഇതിന്റെ ചെവി ഇങ്ങനെ ആകണമെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്, അതിന്റെ കൈ ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിന് നമ്മളേനെ കോലുണ്ടാക്കി, നമ്മളതിന് രൂപമുണ്ടാക്കി, അതിന് പേര് നൽകി, അതിന് ഓരോ സ്ഥാനമാനങ്ങളും കൊടുത്ത്, അതിനുള്ള കഴിവുകളൊക്കെ നമ്മളേനെ ചാർത്തി കൊടുത്തിട്ടുള്ള കുറെ ഇലാഹുകൾ. ഈ സൃഷ്ടാവായ എന്നെ പടച്ച റബ്ബിനെ വിട്ടുകാണ്ട് ഒരു കാര്യമില്ലാത്ത ഈ ഇലാഹിനെ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇലാഹാക്കി വെക്കുക, ദൈവാക്കി വെക്കുക? നിങ്ങൾ ഓർക്കണം, ഈ യുരിദിന റഹ്മാൻ, നിങ്ങൾക്കറിയാലോ റഹ്മാൻ ഉണ്ട് എന്നുള്ളത്. ആ റഹ്മാനായ റബ്ബ് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ലാ തുഗ്നി അന്നീ ശഫാഅത്തുഹും ശൈആ, നിങ്ങൾ ഈ പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു ശുപാർശയും അവിടെ നടക്കൂല. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ തെറ്റുകാരനായാൽ, ഞാൻ വഴിതെറ്റിപ്പോയാൽ, എന്നിട്ട് നാളെ അവങ്കിലേക്ക് നമ്മളൊക്കെ മടങ്ങി ചെല്ലുന്ന നേരത്ത് ആ റബ്ബ്, ആ റഹ്മാനായ റബ്ബ് എനിക്ക് ശിക്ഷ വിധിച്ചാൽ, നിങ്ങളീ പറയുന്ന ഏതെങ്കിലും ഒരു സാധനം എനിക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവും. വലാ യുൻഖിദൂൻ, അവർക്ക് എന്നിട്ട് രക്ഷിക്കാനും കഴിയില്ല. നിങ്ങൾ വിചാരിക്കുകയാണ് അവർ ശുപാർശ ചെയ്യുന്നു, നടക്കൂല. അവർക്ക് ശുപാർശ ചെയ്യാനും കഴിയില്ല, അവർക്ക് എന്നെ രക്ഷിക്കാനും കഴിയില്ല. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ, അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നിങ്ങളെപ്പോലെ ഞാനും ഇതുപോലുള്ള അന്ധവിശ്വാസത്തിലും വിഗ്രഹാരാധനയിലും ചെന്നപ്പെട്ടാൽ ഞാൻ വല്ലാത്തൊരു വലാലിയത്തിൽ, ദുർമാർഗത്തിലേക്ക് പോകും. ഇന്നി ഇദൻ ലഫീ ളലാലിൻ മുബീൻ,
ശക്തമായ ദുർമാർഗമാണ്, ഒരു സംശയമില്ല. അത് ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ ഭയാനകമായ ദുർമാർഗമാണ് നിങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ഇന്നി ആമൻതു, ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഏതായിരുന്നാലും നിങ്ങളുടെയും എൻ്റെയൊക്കെ റബ്ബായ ഏകനായ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, നേർക്കുനേരെ കേട്ടോളി എന്ന് പറഞ്ഞു. പരസ്യമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ അദ്ദേഹം നേരത്തെ വിശ്വാസിയാണെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാകുക? സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് സംഭവിക്കും. പ്രവാചകന്മാരെ മുമ്പ് ഇദ്ദേഹത്തെ അവർ പിടികൂടി എന്നല്ല, ആ സാധുവായ മനുഷ്യനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിക്കണം. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി കളഞ്ഞു. ഈ മനുഷ്യനെ ഈ സാധുവായ വിശ്വാസിയായ ആ മനുഷ്യനെ കൊല്ലാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് അദ്ദേഹം ഈ പ്രവാചകനെ വിശ്വസിച്ചു എന്നത് മാത്രമാണ്. ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് അയാൾ ഉണ്ടാക്കിയിട്ടില്ല, ജനങ്ങളിടയിലില്ല. ഒറ്റപ്പെട്ട് അവനവൻ്റെ ഹാലിൽ ഏകാഗ്രചിത്തനായി ആരാധനാനിബിധനായി കഴിഞ്ഞു കൂടുന്നൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ കൊല്ലാൻ എന്ത് കാരണമാണുള്ളത്? ഒരു കാരണമില്ല. അപ്പൊ മനുഷ്യർ അങ്ങനെയാണ്. അവര് അന്ധവിശ്വാസത്തിൽ ക്രൂരന്മാരായി കഴിഞ്ഞാൽ എന്ത് അക്രമം കാണിക്കും. എത്ര സാധുക്കൾ കൊല്ലപ്പെട്ടു പോകുന്നു, പാവങ്ങൾ കണ്ടിട്ടില്ലേ? മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ കൊല്ലപ്പെടുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത് കാരണമാണെന്ന് വെച്ചാൽ കാരണവും ഉണ്ടാവില്ല, ഒരു കാരണവും വേണ്ട. ഏത് നിമിഷവും കൊടിയ മർദ്ദനങ്ങൾ ഉണ്ടാകാം, ക്രൂരതകൾ ഉണ്ടാകാം, കൊല്ലപ്പെട്ടു പോകാം. ഇതൊക്കെ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായിട്ട് പറഞ്ഞു തന്ന കഥകളും ചരിത്രങ്ങളാണ്, യഥാർത്ഥമായ സംഭവങ്ങളാണ്. നമ്മളിത് എല്ലാ സമയത്തും യാസീനിൽ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്തിനാണ് പിന്നെ ഈ ടെൻഷനാകുന്നത്, വിഷമിക്കുന്നത് എന്തിനാണ്? ഇത് സംഭവിക്കില്ലേ? ഈ ലോകത്തിന്റെ ചരിത്രം അങ്ങനെയല്ലേ? അങ്ങനെ കൊല്ലപ്പെട്ടു പോയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ എന്താ സംഭവിക്കാന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഖീലദ്ഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ഖീലദ്ഖുലിൽ ജന്ന, ഖീല പറയപ്പെട്ടു, ഉദ്ഖുലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറയപ്പെട്ടു. എന്താ അതിന്റെ അർത്ഥം? ഈ ഖുർആന്റെ ഒരു പ്രത്യേക ശൈലിയാട്ടോ. ഇതുപോലെ ബന്ധം നിങ്ങൾക്ക് തോന്നൂല. ഇപ്പൊ എത്രയോ പറഞ്ഞത്, ഇയാളിത് പറഞ്ഞത് വരെയുള്ള വിവരം ആദ്യം പറഞ്ഞുള്ളൂ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. ഖുർആൻ നേരെ നിങ്ങൾ എടുത്ത അർത്ഥം വെച്ച് നോക്കിയാൽ ഇത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടായി പോകും. കാരണം ഒരു പരസ്പര ബന്ധം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇന്നി ഇദല്ലഫി ളലാലിൻ മുബീൻ ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, കേട്ടോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഖീലദ്ഖുലിൽ ജന്ന, അപ്പൊ പറയപ്പെട്ടു സ്വർഗത്തിൽ കടന്നോളൂ. എന്തേ മനസ്സിലായ? ആര് പറഞ്ഞു? ഇയാൾ പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാം കൂടി സ്വർഗത്ത് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ. ഈ ഖുർആനായത്തുകൾക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ വെറുതെ ചിലപ്പോൾ പരിഭാഷ ഒക്കെ എടുത്താണ് നിങ്ങൾ വായിച്ചു നോക്കും ഖുർആൻ പഠിക്കാൻ. ഇതിന്റെ പരിഭാഷ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക? അയാൾ പറഞ്ഞു ഞാൻ നല്ല വിശ്വാസിയാണ്, തീരുമാനിച്ചു കഴിഞ്ഞു, ഇത് കേട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഖീലദ്ഖുലിൽ ജന്ന, പറയപ്പെട്ടു നീ സ്വർഗത്ത് കടന്നോളൂ. ഒന്നും മനസ്സിലാവില്ല. അങ്ങനെയല്ല സംഭവിച്ചത്. ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്രൂരമായി മർദ്ദിച്ച് കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെടുന്ന സമയത്ത് ഇയാളെ റൂഹ് പിരിഞ്ഞു പോകുമല്ലോ. ആ രംഗാണ് അല്ലാഹു തആല ഇനി പറയുന്നത്. റൂഹ് പിരിഞ്ഞു പോകുന്ന രംഗം. റൂഹ് പിരിഞ്ഞു പോകുമ്പോൾ എന്താ സംഭവിക്കുക? വിശ്വാസികളായ ആളുകളുടെ ആത്മാവ് വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് തോന്നുന്നു അവർ ഭയങ്കരമായി മർദ്ദിക്കപ്പെട്ടിരിക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്, അവർ കൊടും വേദന അനുഭവിക്കുകയാണ്, ഭയങ്കര പ്രയാസം അനുഭവിക്കുകയാണ്. അല്ല,
നമ്മുടെ കൺമുമ്പിൽ അവർ മർദ്ദിക്കപ്പെടുന്നുണ്ടെങ്കിലും അവർ ആക്രമിക്കപ്പെടുന്നുണ്ടെങ്കിലും ആ സമയത്ത് അവരുടെ ആത്മാവ് വേർപിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വാഗതമേകാൻ അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ വരും. എന്നിട്ട് അവർക്ക് സന്തോഷത്തിൻ്റെ സന്ദേശം നൽകും. അവർ ഉല്ലാസവാന്മാരായിട്ടാണ് പോവുക. ഈ കൊല്ലപ്പെടുന്ന ആളുകളൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സങ്കല്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്ന വിശ്വാസികളായ സാധാരണക്കാരായ സാധുക്കളായ മനുഷ്യർ, അവരുടെ മേൽ ഈ ക്രൂരത കാണുമ്പോൾ നമ്മൾക്ക് വിഷമമുണ്ടാവും. പക്ഷെ നമ്മൾ ഓർക്കണം, അവർക്ക് വിഷമമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കണം. അവർ ദൃഢമായി ഉറച്ചു നിൽക്കുന്നവരാണെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ, അവരുടെ ആത്മാവ് പിരിയുന്ന ആ നിമിഷം അവരുടെ കൺമുമ്പിൽ അവർ കാണുന്നത് അള്ളാഹുവിൻ്റെ ദൂതന്മാരെയാണ്. അവർ സ്വർഗലോകത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ ആത്മാവിനെ സ്വീകരിക്കാൻ വന്നവരാണ്. അവർ പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതം മർളിയ. അള്ളാഹുവിൻ്റെ നിശ്ചയം എന്തായിരുന്നാലും അത് സംതൃപ്തിയോടെ ഏറ്റുവാങ്ങിയ മനുഷ്യ, ഇതാ നിന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങിപ്പോരാൻ സമയമായിരിക്കുന്നു എന്നവർ പറയും. അതാണ് പറഞ്ഞത്, ഉദ്ഖുലിൽ ജന്ന, സ്വർഗത്തേക്ക് പോരുത്. സ്വർഗത്തിലേക്ക് പോരാനാണ് മൂപ്പരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അക്രമികൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ വിജയിച്ചു, അയാളെ ഞങ്ങൾ കൊന്നു കളഞ്ഞു എന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. അവർക്ക് ഭയങ്കരമായിട്ട് അവരിങ്ങനെ ആയുധങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ, അല്ലേ? വിജയിച്ചു, ഒരാൾ ആക്രമിച്ച് കൊൽമയിൽ കൊന്നാൽ ഇവരിങ്ങനെ ആഹ്ലാദിക്കൂല, ആയുധങ്ങളൊക്കെ പൊക്കി പിടിച്ചിട്ട്. അവർ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ വിജയിച്ചു, ഇയാളെ കൊന്നു കളഞ്ഞു. പക്ഷെ ആ കൊല്ലപ്പെട്ട ആളോ, അയാൾ സംതൃപ്തനായിരിക്കും, അയാൾ സന്തുഷ്ടനായിരിക്കും. കാരണം അയാളോട് പറയപ്പെടുകയാണ് ഉദ്ഖുലിൽ ജന്ന, ഇങ്ങോട്ട് പോര്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ അത് കാണും. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തങ്ങൾ മൂത്തത്തിന്റെ പോർക്കളത്തിൽ റോമക്കാരായ 3 ലക്ഷം വരുന്ന സർവസജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ ദുർബലരായ കുറച്ച് അനുയായികളെയും കൂട്ടി പോരാടുന്ന സമയം മൂത്തത്തിലാണ്. മൂത്തത്ത് എന്ന് പറഞ്ഞാൽ ജോർഡാൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ തന്നെ, ഫലസ്തീനിന്ന് ഒരു 100 കിലോമീറ്റർ പുറത്ത്. അവിടെ വെച്ചിട്ടാണ് യുദ്ധം ഉണ്ടാകുന്നത്. ആ സമയത്താണ് പറഞ്ഞത്, യാ ഹബ്ബദൽ ജന്നത വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ ബാരിദത്തുൻ ശറാബുഹാ വറൂമു റൂമുൻ ഖദ്ദനാ അദാബുഹാ കാഫിറത്തുൻ ബാരിദത്തുൻ അൻസാബുഹാ അലയ്യ ഇദ് ലഖീതു ഹാദിറാബുഹാ. എത്ര ആഹ്ലാദവാനാണ് ആ പോർക്കളത്തിൻ്റെ മുന്നിൽ. ആരാണ് ശത്രുക്കളെ ഭയപ്പെടുക? നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞാൽ പേടിക്കോ? മീനിങ് നിങ്ങളെ തലയിലെല്ലാവരും എപ്പോൾ നാളെ ബോംബിട്ട് മരിക്കും പറഞ്ഞാൽ ആരാ പേടിക്കുക? ഈ മാസം അവർ പേടിക്കോ? അവർക്കെന്താണ്? അവരെ നേരിടൂലേ? അവർക്ക് ഭീരുക്കളാകാൻ കഴിയോ? ജാഫർ അലി അള്ളാഹു പറഞ്ഞ യാ ഹബ്ബദൽ ജന്ന, യാ ഹബ്ബദൽ ജന്ന, എന്തൊരു ആഹ്ലാദാണ് സ്വർഗാളന്റെ മുന്നിലുള്ളത്. വഖ്തിറാബുഹ, സ്വർഗം തൊട്ടടുത്ത ഒരു ചവിട്ടേടാണ്ട് വെച്ചാൽ സ്വർഗത്തിലെത്തും. ഒരു കാലാണ് എടുത്തു വെക്കാനേ ഉള്ളൂ സ്വർഗത്തിലേക്ക്. ത്വയ്യിബത്തുൻ ബാരിദത്തുൻ ശറാബുഹാ. ഓ, അതിൻ്റെ പാനീയങ്ങൾ എത്ര മാധുര്യമുള്ളതായിരിക്കും, എത്ര കുളിർമുള്ളതായിരിക്കും. ആ സ്വർഗമാണ് എൻ്റെ മുന്നിൽ നിന്ന് യുദ്ധകളത്തിൽ നിന്നാണ്ട് സ്വപ്നം കാണണമെങ്കിൽ എന്താണത്? അത് വെറുതെ ഉണ്ടായതൊന്നല്ല. അവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്, അവർക്ക് അറിയാൻ എന്താ സംഭവിക്കുക. ഈ ആയാത്തുകളൊക്കെ അവർക്ക് അറിയല്ലോ, സൂറത്ത് യാസീനൊക്കെ അവർക്ക് അറിയല്ലോ. ഇതിലൊക്കെ അല്ലാഹു തആല ഇങ്ങനെ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാൽ, അവരുടെ മർദ്ദനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരായാൽ, പ്രതിരോധിച്ച് നിൽക്കേണ്ടി വന്നാൽ, അതിൽ കൊല്ലപ്പെടേണ്ടി വന്നാൽ, അതിൽ രക്തസാക്ഷിയാകേണ്ടി വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ അവിടെ ഖൽബിലുണ്ട്. അതാണ് ഖീലദ്ഖുലിൽ ജന്ന.
ആ ജനത, ആ കറിയന്റെ ആളുകൾ ഈ വിശ്വാസിയായ ഏക മനുഷ്യനെ അതികഠിനമായി ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുമ്പോൾ അദ്ദേഹത്തിനോട് പറയപ്പെടുകയാണ്, അദ്ദേഹത്തിൻ്റെ അരികിൽ നിയുക്തരായ മലക്കുകൾ വന്ന് പറയുകയാണ്, ഇദ്ഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് ഇങ്ങ് മടങ്ങിപ്പോന്നാളാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ കാണും. പിന്നെ ഇതൊക്കെ വിട്ടല്ലോ, ഇവരൊക്കെ വിട്ടില്ലേ, ഇവരെ പേടിക്കാനൊന്നുമില്ല, കൺമുമ്പിൽ സ്വർഗാണ്. ഖീല ഇദ്ഖുലിൽ ജന്ന, എന്നിട്ടോ ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇപ്പൊ അല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഈ വാക്കുകൾ, ഖീല ഇദ്ഖുലിൽ ജന്ന എന്ന് പറഞ്ഞത് മലക്കുകളുടെ വാക്കാണ്. ഇനി പറയുന്നത് മൂപ്പരുടെ വാക്കാണ്. അങ്ങനെ മലക്കുകള് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ഭയങ്കര ആഡംബരത്തിൽ, ഭയങ്കര പ്രൗഢിയോടെ, ഭയങ്കര അന്തസ്സോടെ അദ്ദേഹത്തെ അത്യുന്നതമായ പദവികൾ നൽകി പ്രകാശപൂർണമായൊരു ലോകത്തേക്ക്, സ്വർഗീയ ആരാമത്തിലേക്ക് ആനയിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹം പറയുകയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എൻ്റെ ആൾക്കാരിപ്പോൾ ഇതൊന്നും അറിയണില്ലല്ലോ. ഇതുപോലെ ഇങ്ങോട്ട് അറിഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ ഇപ്പൊ കൊന്നുകാണ്ട് ആഹ്ലാദം കാണിക്കുന്ന ആളുകൾ ഈ കഥ ഇല്ലല്ലോ. അവര് വിചാരിച്ചത് മുമ്പേ ജഡ അവിടെ കിടക്കുന്നുണ്ട്, തച്ചൊന്നാണ്ട് അതവിടെ കിടക്കുന്ന അവർ പത്രത്തിലേ കാണുന്നുള്ളൂ. ഈ ഒരു ജഡാണ് അവർ കാണി. ഈ ശരീരം ഇത് റൂഹാണ്ട് പിരിഞ്ഞാൽ ഇതിന് ഈ ശരീരം കൊണ്ട് എന്താ ആവശ്യമുള്ളത്? ഇതിനെന്താ ഉള്ളത്? ഈ ശരീരം പിന്നെ വേസ്റ്റ് അല്ലേ? അതെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് മറവ് ചെയ്യാനുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. ഇതിന്റെ ശരിയായ വസ്തു എന്താണ്? ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൂഹല്ലേ, ആത്മാവല്ലേ? അത് വേർപിരിഞ്ഞു പോയി, അത് എത്തേണ്ട സ്ഥലത്തെത്തി. അപ്പൊ ഈ സ്വർഗീയമായ സുഖം ആരാണ് ആസ്വദിക്കുക? ഈ റൂഹ് വേർപ്പെട്ടു പോയി ജഡല്ലല്ലോ, ഈ കയ്യോ കാലല്ലോ അത് ആസ്വദിക്കാൻ പോകുന്നത്. ഈ കണ്ണിന് പിന്നെ കാഴ്ചയില്ല, ഈ കാതിന് പിന്നെ കേൾവിയില്ല, ഈ ശരീരത്തിന് ചലനമില്ല, അത് തണുത്ത് മരവിച്ചവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് ആസ്വദിക്കുന്നത് ആരാണ്? ഈ വ്യക്തിയാണ്. ആ വ്യക്തി ഈ ശരീരമല്ല. ഈ റജുൽ എന്ന് പറയുന്ന ആള് ഈ ശരീരമല്ല, ആ വ്യക്തി അത് ആത്മാവാണ്. ആ ആത്മാവ് ഇങ്ങനെ അതിൻ്റെ പരമമായ ഉല്ലാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവായ ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ കൗമ്, എന്നെ അതിക്രമം കാണിച്ച ആ കൗമ്, നാട്ടിലുള്ള മനുഷ്യന്മാര് എനിക്ക് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അത് അറിയാൻ ഒരു വഴിയില്ല. അപ്പൊ എങ്ങനെ അറിയിച്ചു കൊടുക്കാൻ? ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ കൊണ്ടായിട്ട്. ഇവർക്കിത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്റെ കൗമിത അറിഞ്ഞിരുന്നെങ്കിൽ, എന്തറിഞ്ഞിരുന്നെങ്കിൽ, ബിമാ ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നതും, വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ഏറ്റവും ഉന്നതരായ ആളുകളുടെ കൂട്ടത്തിൽ, ആദരണീയരായ മനുഷ്യരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതും എൻ്റെ കൗമ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഓ, അവർക്കിത് അറിയിച്ചു കൊടുക്കാനും വഴിയില്ല. കാരണം സിസ്റ്റം അങ്ങനെയാണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ബർസഖിയ ലോകം വേറെയാണ്, ഈ ജഡത്തിന്റെ ശരീരത്തിന്റെ ലോകം വേറെയാണ്. അത് രണ്ടും കൂടി ചേരൂല. അപ്പം എന്നെ അറിയിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോഴും ആ മനുഷ്യന്റെ ചിന്ത അതാണ്. നിങ്ങൾ ഓർക്കണം, ഇത്രമാത്രം ഒരു ജനതയിൽ നിന്ന് പീഡനമേറ്റിട്ട് പോലും, ഇത്രയൊക്കെ ക്രൂരത കാണിച്ചിട്ട് പോലും, അതിന് പകരം അള്ളാഹു അത്യുന്നതമായ പ്രതിഫലം കിട്ടിയിട്ട് പോലും അദ്ദേഹം എന്താ ആഗ്രഹിക്കുന്നത്? അതിലാണ് നമുക്ക് പാഠമുള്ളത്. ആ വാക്കുകളിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനാണെങ്കിൽ, ഇപ്പൊ നമ്മളെ ഒരാൾ വല്ലാതെ ആക്രമിച്ചു, വലിയ ദുൽമ കാണിച്ച്, അപ്പോൾ ഒരാൾ വന്നാണ് നമ്മളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ വലിയ ആളുകളോ വന്ന് രക്ഷപ്പെടുത്തി, എന്നിട്ട് നമ്മളെ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തി നല്ലൊരു വണ്ടിയിലൊക്കെ കയറ്റി സുഖമായിട്ട് ഏസൊക്കെ ഇട്ടാണ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക? നമ്മൾ ഈ ചെയ്തോലെ വെറുതെ വിടാൻ പാടില്ല, നമ്മൾ പറയാം അല്ലേ? പല വെറുതെ വിടരുത്, പല അങ്ങനെ വിട്ടാൽ പറ്റില്ല, ആജാതി അക്രമികളാണെന്നല്ലേ. പക്ഷെ മൂപ്പര് പറഞ്ഞാൽ അതല്ലല്ലോ. മൂപ്പര് പറഞ്ഞ എന്താണ്? പടച്ചോനെ,
എനിക്ക് നീ തന്ന ഈ അനുഗ്രഹങ്ങൾ, എനിക്ക് മരണശേഷം, എൻ്റെ മരണശേഷം എനിക്ക് ലഭിച്ച ഈ സമൃദ്ധിയും സൗകര്യങ്ങളും എന്നെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ, മാന്യന്മാരായ അന്തസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതും എൻ്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ അവർക്കും ഇസ്ലാം സ്വീകരിക്കാമായിരുന്നല്ലോ, അവർക്ക് ആ മുസ്ലിങ്ങളെ പിന്തുടരാമായിരുന്നല്ലോ, അപ്പം അവർക്കും ഇത് കിട്ടുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞതിനർത്ഥം. അതാ മനസ്സാണ്. അതാണ് യാലൈത്ത ഖൗമിയം. എൻ്റെ കൗമ് അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. അവൾക്കിത് അറിയാഞ്ഞിട്ടല്ലേ, അവരിപ്പോൾ ഈ ധിക്കാറെന്നൊക്കെ കാണിക്കുന്ന ഇത് അറിയാഞ്ഞിട്ടല്ലേ. എന്താണ് മരണശേഷം കിട്ടാൻ പോകുന്ന സൗഖ്യം? വിശ്വാസികളായ അമ്പിയാക്കന്മാരെയും മുർസലുകളെയും പിന്തുടരുന്ന ആളുകൾക്ക് മരണശേഷം കിട്ടാൻ പോകുന്ന സൗഖ്യം എന്താണ് എന്നപോലെ അറിയാഞ്ഞിട്ടല്ലേ. അപ്പം ഇതൊക്കെ പോലെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്കും എന്നെ പോലെ വിശ്വസിക്കാമായിരുന്നല്ലോ, അപ്പോൾ അവർക്കും ഈ സൗഖ്യമൊക്കെ കിട്ടുമായിരുന്നല്ലോ എന്നാണ് മുമ്പ് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുക. മുഅ്മിനീങ്ങളുടെ ചിന്ത അങ്ങനെയാണ്. എന്തെല്ലാം പാഠങ്ങളാണ് ഇത്. ഒരു കഥയാണ്, പക്ഷെ അതൊരു കഥയല്ല എന്ന് മനസ്സിലായില്ലേ. ഇതിൽ നമുക്ക് ആലോചിക്കാനും പഠിക്കാനുമുള്ള എണ്ണമറ്റ സന്ദേശങ്ങൾ അല്ലാഹു തആല വെച്ച് തന്നിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് വിശുദ്ധ ഖുർആൻ വെളിച്ചമാകുന്നത്. നമ്മൾ യാസീൻ ഇങ്ങനെ ഓതുന്നുണ്ട്. ഈ ആയത്തൊക്കെ എത്ര വട്ടാണ് നമ്മൾ ഓതിയിട്ടുള്ളത്? അങ്ങനെ ഓതിപ്പോകല്ലേ. അങ്ങനെ ഓതിപ്പോകും. പക്ഷെ എന്താണ് ഞാൻ ഈ ഓതുന്നത്, എന്താണ് ഇതിലുള്ള സംഭവം, അല്ലാഹു എന്താണ് ഈ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അപ്പൊ ഇനി ഓതുമ്പോൾ ഈ ഭാഗം വരുമ്പോൾ ഈ സംഭവങ്ങൾ ഓർമ്മയിൽ വേണം. എന്നിട്ട് വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഅ വമാ കുന്നാ മുൻസിലീൻ. ഇനി ആ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വിഷയമാണ് ഇനി അല്ലാഹു തആല പറയാൻ പോകുന്നത്.